എല്ലാവർക്കും നമസ്കാരം. ഈ അനുഭവത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൃച്ചംബരം ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്. അനുഭവം കേട്ടപ്പോൾ വളരെ സന്തോഷമായി. മംഗ്ലീഷിലാണ് അയച്ചു തന്നത്. വായിക്കുമ്പോൾ കുറച്ച് ലേഖ ഉണ്ടാവാം. പക്ഷേ സന്തോഷമാണ്. തൃച്ചംബരം ക്ഷേത്രത്തിൽ കുറച്ച് മുമ്പ് ഞാൻ പോയിരുന്നു. മനോഹരമായൊരു ക്ഷേത്രമാണ്. എന്തൊരു സുഖമാണെന്നറിയോ വൈകുന്നേരമൊക്കെ അവിടെ എത്തിക്കെട്ട് കഴിഞ്ഞാൽ എന്താ പറയുക. അപ്പോൾ ഈ ഒരു അനുഭവം വന്നപ്പോൾ വളരെ സന്തോഷമായി. പെട്ടെന്ന് തന്നെ പറയാം. ത്രിമധുര എപ്പിസോഡുകൾ ഞാൻ കേൾക്കാറുണ്ട്. ഓരോരുത്തരുടെയും നല്ല നല്ല കൃഷ്ണാനുഭവം കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ അനുഭവങ്ങളും ഒന്ന് ഷെയർ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിലെന്ന്. അങ്ങനെ ആഗ്രഹിക്കാറുണ്ട് കേട്ടോ. ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. ഒരു ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിൽ അഷിക ചേച്ചിയുടെ വ്ളോഗ് കാണാനിടയായി. അതിൽ നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് ഗുരുവായൂരപ്പന് ഒരു പുതിയ പുസ്തകം വാങ്ങിയിട്ട് അതിൽ നാരായണീയമോ അതോ നാമങ്ങളോ എഴുതി സമർപ്പിക്കണമെന്നും ഗുരുവായൂരിൽ സമർപ്പിക്കാൻ പറ്റില്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞത് എനിക്കൊരു ഓർമ്മയുണ്ട് കേട്ടോ. എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ വിചാരിച്ചാൽ മാത്രം നടക്കുന്ന ഒന്നല്ലല്ലോ ജോലി. താൻ പാതി ദൈവം പാതി എന്നൊരു ചൊല്ല് തന്നെയുണ്ടല്ലോ. ഗുരുവായൂരപ്പന് അഹസ് വഴിപാട് കഴിച്ചിട്ടുണ്ട്. എന്നാലും ഇത് കേട്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം എഴുതണമെന്ന്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. പുതിയൊരു നോട്ട് ബുക്കും പേനയും വാങ്ങിച്ചു. രാത്രി കുട്ടികളെയൊക്കെ ഉറക്കിക്കഴിഞ്ഞാണ് എഴുതാറുള്ളത് കേട്ടോ. ഞാൻ കണ്ണൂർ തളിപ്പറമ്പിലാണ്. എനിക്ക് അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം തൃച്ചംബരം ടെമ്പിളാണ്. അവിടെ ഡിസംബർ 1 അതായത് ഗുരുവായൂർ ഏകാദശി ആയിരുന്നു. അന്ന് സമർപ്പിക്കാൻ എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ എഴുതി തുടങ്ങിയിട്ടോ. എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ തൃച്ചംബരം ക്ഷേത്രം തന്നെയായിരുന്നു. അവിടെ കൊണ്ടു കൊടുക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. എൻ്റെ അമ്മ പറയുമായിരുന്നു, നല്ലത് തന്നെ, പക്ഷേ ഗുരുവായൂരിൽ സമർപ്പിക്കാമായിരുന്നു എന്ന്. തൃച്ചംബരം ആരും അങ്ങനെ പുസ്തകം എഴുതി സമർപ്പിച്ചതായി കേട്ടിട്ടില്ല. പിന്നെ എപ്പോഴെങ്കിലും ഗുരുവായൂരിൽ പോകുമ്പോൾ സമർപ്പിച്ചോളൂ എന്ന്. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ അവിടെ തന്നെ സമർപ്പിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും എഴുതുമ്പോൾ തൃച്ചംബരം ക്ഷേത്രം മനസ്സിൽ വിചാരിക്കുന്നത്. രാത്രിയിൽ പുസ്തകം എഴുതുന്ന ഞാൻ ഒരു ദിവസം രാവിലെ സമയം കിട്ടിയപ്പോൾ എഴുതി. അന്ന് രാത്രി എഴുതണോ വേണ്ടയോ എന്ന് വിചാരിച്ച് പതിവില്ലാതെ വല്ലാത്ത ക്ഷീണവും ഉറക്കവും ഒക്കെ കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഉറങ്ങാൻ തീരുമാനിച്ചു. ഉറങ്ങി. രാത്രി എന്തോ ഉറക്കത്തിൽ ഞെട്ടി. പിന്നെ നോക്കുമ്പോൾ സമയം 12 മണി കഴിഞ്ഞു. വീണ്ടും കിടന്നു കേട്ടോ. ഉറങ്ങാൻ പറ്റുന്നില്ല. ചന്ദനത്തിരിയുടെ ഗന്ധം മൂക്കിലേക്ക് ഇരച്ചു കയറുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ചന്ദനത്തിരിയുടെ ഗന്ധം റൂം മുഴുവൻ പടർന്നു കേട്ടോ. ഞാൻ പേടിച്ചു പോയി. ഞാൻ ഗുരുവായൂരപ്പൻ്റെ ഒരു പാട്ടും വെച്ചു. പുസ്തകം എഴുതാൻ തുടങ്ങിട്ടോ. എഴുതി കഴിഞ്ഞ് എൻ്റെ കണ്ണാ, ഇത് എന്താണ് ഈ രാത്രിയിൽ ആരും ചന്ദനത്തിരി കത്തിക്കില്ലല്ലോ എന്നറിയാം. എന്നാലും ഇത് എവിടുന്ന് വന്നു എന്നറിയില്ല. പുസ്തകം മടക്കി വെച്ചു. കിടന്നു. പിന്നെ കുറച്ചായി ആ ഗന്ധം പോവാൻ തുടങ്ങിട്ടോ. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. രാവിലെ കുളിച്ച് പുലർച്ചയ്ക്ക് പോയി പ്രാർത്ഥിച്ചു. എവിടുന്നാ കണ്ണാ രാത്രി 12 മണിക്ക് ചന്ദനത്തിരിയുടെ ഗന്ധം? എവിടുന്നാ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പൂജാമുറിയിൽ കയറി. കുറി തൊടാൻ വേണ്ടി കുറിയെടുത്തു. വീണ്ടും ഇന്നലെ രാത്രി അനുഭവപ്പെട്ട അതേ ചന്ദനത്തിരിയുടെ ഗന്ധം. ഇത് വീണ്ടും എവിടുന്നു നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നാണ്. എൻ്റെ പൂജാമുറിയിൽ ഒരു കുഞ്ഞു ശ്രീകൃഷ്ണ വിഗ്രഹമുണ്ട്. അത് ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. എങ്ങനെയോ എൻ്റെ കയ്യിൽ ചന്ദനത്തിരി കത്തിച്ച കരി എൻ്റെ കയ്യിലായി. സ്വാഭാവികം, ഒരു പൂജാമുറിയിൽ ഇതൊക്കെ സാധാരണയായി ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇതേ ഗന്ധം തന്നെയാണ് ഇന്നലെയും എൻ്റെ റൂമിലുണ്ടായത്. അച്ഛനും കുട്ടികളും മലയ്ക്ക് പോവാൻ മാലയിട്ടിരുന്നു. ചന്ദനത്തിരി കത്തിച്ച് വിളക്ക് വെക്കുന്നത് കൊണ്ട് അത് കാണാത്തത് കൊണ്ട് അച്ഛൻ്റെ കൃഷ്ണൻ്റെ വിഗ്രഹത്തിനാണ് ചന്ദനത്തിരി കത്തിച്ച് വെക്കാറുള്ളത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഉറങ്ങിക്കിടന്ന എന്നെ വിളിച്ചുണർത്താൻ ഒരു ചന്ദനത്തിരിയുടെ ഗന്ധത്തിൽ വന്ന എൻ്റെ കണ്ണൻ്റെ സാക്ഷാൽ എൻ്റെ ഗുരുവായൂരപ്പനെ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ശ്രീകാന്തേട്ട ക്ഷമിക്കണം, ഒരുപാട് ദീർഘിപ്പിച്ചു എന്നറിയാം. പക്ഷേ ഈ കൃഷ്ണാനുഭവം പറ്റുവാണെങ്കിൽ വായിക്കണമെന്ന് തോന്നിയിട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ മറന്നുപോയ സഹോദരിയെ ഈ ചന്ദനത്തിരിയുടെ ഗന്ധത്തിലൂടെ ഭഗവാൻ ഉണർത്തുകയാണ് ചെയ്തതല്ലേ. എഴുതിയിട്ട് പോയാൽ മതി, എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് സമർപ്പിക്കാനുള്ളത് സമർപ്പിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ അനുഭവങ്ങൾ അങ്ങനെയാണല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. പലരും പറയാറുണ്ട് അപ്രതീക്ഷിതമായിട്ട് രാത്രിയിൽ ചന്ദനത്തിരിയുടെ ഗന്ധം വരുന്നു എന്നുള്ളതൊക്കെ. നമ്മുടെ എന്താ പറയേണ്ടതെന്നറിയില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കും. നമ്മളറിയാതെ നമ്മൾ ഏതോ ഒരു ട്രാൻസ് എന്നൊക്കെ പറയുന്ന ഏതോ ഒരു ലോകത്തിലേക്ക് എത്തിപ്പെടും ഇങ്ങനെയുള്ള ഗന്ധങ്ങളൊക്കെ വരുമ്പോൾ. ഒന്നും പറയാനില്ല. ഭഗവാന്റെ സാമീപ്യം എല്ലാവിടെയുണ്ട്. നമ്മുടെ ചുറ്റുപാടും
നമ്മളെ കൈകളിലൊക്കെ പിടിച്ചുകൊണ്ട് ഭഗവാനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത്. എന്തൊരു സുഖമുള്ള അനുഭവമായിരുന്നു അല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൃച്ചംബരം ക്ഷേത്രത്തിൽ ഞാൻ മനസ്സുകൊണ്ട് അവിടെയായിരുന്നു. എനിക്ക് ഒന്നുകൂടെ അടുത്ത് തന്നെ പോകണമെന്നൊരാഗ്രഹം കൂടെ ഉണ്ട്. ഞാൻ അടുത്ത് തന്നെ പോവും. എന്തായാലും സന്തോഷമായി ഈ ഒരു അനുഭവം അയച്ചു തന്നതിൽ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരാം, ഫേസ്ബുക്ക്